കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രായം എന്നത് 53 വയസ്സാണ്. കഴിഞ്ഞ 9 വർഷത്തോളമായി കാനഡയുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അവസാനിക്കാൻ പോവുകയാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അദ്ദേഹത്തിന്റെ രാജി എന്നാണെന്ന് മാത്രമാണ് അവശേഷിക്കുന്ന ഒരേ ഒരു ചോദ്യം. കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് അധികാരത്തിൽ നിന്നും പുറത്താകുന്ന അദ്ദേഹം എത്രമാത്രം ജനവിരുദ്ധനായിരിക്കുകയാണ്. കാനഡയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒറ്റുകാരനായി ഒരുപക്ഷെ അദ്ദേഹത്തെ കാലം അടയാളപ്പെടുത്തിയേക്കാം. നിരവധി ദോഷകരമായ പ്രവർത്തികളാണ് ട്രൂഡോ കാനഡയ്ക്കായി ചെയ്തിട്ടുള്ളതെന്നാണ് വിവരങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സൗഹൃദ രാജ്യമായ ഇന്ത്യയെ ചില ഭീകരവാദികളുടെ ഭയപ്പെടുത്തലിന് മുന്നിൽ നിർത്തി ഇന്ത്യയെ നശിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഇതിന് മാന്യമായ രീതിയിലായിരുന്നു ഇന്ത്യയുടെ മറുപടി. ട്രൂഡോ യഥാർത്ഥത്തിൽ ഇന്ത്യ വിരുദ്ധനും കാരണങ്ങളില്ലാതെ ഇന്ത്യയെ ശത്രുരാജ്യത്ത് കാണുകയുമാണ് ചെയ്യുന്നത്. എന്താണ് ട്രൂഡോയ്ക്ക് ശരിക്കും ഇന്ത്യയോടുള്ള ശത്രുത എന്നാണ് ഇവിടെ പ്രസക്തമായൊരു ചോദ്യം. ഇന്ത്യ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത് പോലെ തന്നെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി നടപടികൾ സ്വീകരിച്ചു, അവ കൈക്കൊണ്ടു. കാനഡയിൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് അപകടം വന്നാൽ സൗഹൃദം പുലർത്തുന്ന രാജ്യം എന്ന നിലയിൽ നടപടിയെടുക്കേണ്ട കടമ കാനഡയ്ക്കുണ്ട്. കൂടാതെ ഇന്ത്യൻ പാർലമെന്റിന് നേരെ ആക്രമണം നടത്തുക, ഇന്ത്യൻ വിമാനങ്ങളെല്ലാം തന്നെ തകർക്കുക തുടങ്ങി തീർത്തും വ്യത്യസ്തമായ വാദങ്ങൾ ഉന്നയിക്കുന്ന ഭീകരർക്കെതിരെ യാതൊരുവിധ നടപടിയും അദ്ദേഹം എടുക്കുന്നില്ല. മാത്രമല്ല, ഇന്ത്യയെ നശിപ്പിക്കുക എന്ന നടപടിക്കായി മുന്നോട്ട് പോവുകയും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുകയുമാണ് ട്രൂഡോ ചെയ്യുന്നത്. കാനഡ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഖലിസ്ഥാൻ ഭീകരവാദികൾ ഇന്ത്യയെ തകർക്കാനാണ് ശ്രമങ്ങൾ നടത്തുന്നത്. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് രാജ്യങ്ങളെല്ലാം തന്നെ ശക്തമായ നടപടികൾ എടുക്കുകയുണ്ടായി. ഇന്ത്യയോടുള്ള ശത്രുതാ നിലപാടിലാണ് ട്രൂഡോ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ട്രൂഡോ നിലനിൽപ്പിനായുള്ള പരിശ്രമത്തിലാണ്. അതിന് പിന്നിലുള്ള പ്രധാന കാരണം അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. കാനഡയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന എല്ലാ സാധനങ്ങൾക്കും 25% താരിഫ് ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയുണ്ടായി. കാനഡയ്ക്ക് മാത്രമല്ല, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ബാധിക്കുന്ന തരത്തിലാണ് ട്രംപിന്റെ ഈ താരിഫ് നീക്കം. കാനഡയ്ക്ക് 25% ട്രംപ് താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാനഡയ്ക്ക് ഈ പ്രഖ്യാപനം യഥാർത്ഥത്തിൽ വൻ തിരിച്ചടിയാണ് സൃഷ്ടിക്കുന്നത്. അമേരിക്കയുടെ ഒരു സ്റ്റേറ്റായി ചേരാമെന്നും അവിടെ ഗവർണർ ആക്കാമെന്നുമായിരുന്നു ട്രംപ് നൽകിയ ഓഫർ. ഇത് കാനഡയ്ക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം തകർന്നു. അതുപോലെ ട്രൂഡോയുടെ തെറ്റായ നടപടികൾ കാരണം കാനഡ വൻ സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഇതിനെല്ലാം ഉപരി ഏറ്റവും വലിയ വിഷയം എന്നത് തൊഴിലില്ലായ്മയാണ്. അതിന് പിന്നിലെ പ്രധാന കാരണം ട്രൂഡോ സർക്കാരിന്റെ നിലവിൽ ഭൂരിപക്ഷം ഇല്ലാത്തതാണ്. ഈ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കുന്നതിനായി ഒരു സിക്കുകാരൻ തലവനായ പാർട്ടിയുടെ പിന്തുണ വളരെയധികം ആവശ്യമാണ്. 2-3 പ്രാവശ്യത്തെ ട്രൂഡോ സർക്കാർ യഥാർത്ഥത്തിൽ ഭൂരിപക്ഷമില്ലാതെയാണ് ഭരണം നടത്തുന്നത്. അവരെ പിന്തുണയ്ക്കുന്നത് പ്രധാനമായും സിഖ് നേതാവായ ജഗ്മീത് സിംഗിന്റെ നേതൃത്വം നൽകുന്ന NDP പാർട്ടിയാണ്. മാത്രമല്ല, അദ്ദേഹത്തിന് ചില പ്രത്യേക താല്പര്യങ്ങളുമുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒന്ന് സിഖ് ഭീകരരോട് താല്പര്യം തന്നെയാണ്. പരസ്യമായി അദ്ദേഹം സിഖ് ഭീകരരെ പിന്തുണയ്ക്കുന്നില്ല. എന്നാൽ അദ്ദേഹം സിഖ് ഭീകരരുമായി യോജിച്ചാണ് നിൽക്കുന്നത്. പ്രധാനമായും സിഖ് വംശജരുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജഗ്മീത് സിംഗ് NDP കൊണ്ടുപോകുന്നത്. അതിനാൽ തന്നെ നിരവധി ആവശ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സിഖ് ജനസംഖ്യയിൽ കാര്യമായ വർധനവുണ്ടാകണം. അതിലാണ് ഏറ്റവും പ്രധാനം. ട്രൂഡോ കാനഡ എന്ന രാജ്യത്തോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം സിഖുകാർക്ക് നേരെ വഴിയിലൂടെയല്ലാതെ കാനഡയിലെത്താൻ അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നതാണ്. ന്യൂ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്ന പേരിൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും കോളേജുകൾക്കും തുടങ്ങാൻ അനുമതി നൽകുകയുണ്ടായി. തുടർന്ന് നിരവധി കോളേജുകളാണ് ആരംഭിച്ചത്. മാത്രമല്ല, മലയാളികൾ അടക്കമുള്ള പലരും അത് ഉപയോഗിച്ച് കാനഡയിൽ പോയി. അവരുടെ അവസ്ഥയും വളരെ മോശമാണ്. കാരണം അവിടെ തൊഴിലില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാനഡയ്ക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറം ആളുകൾ ഇതിലൂടെ കാനഡയിലേക്ക് എത്തുകയുണ്ടായി. എന്നാൽ ഈ സാഹചര്യം യഥാർത്ഥത്തിൽ മുതലെടുത്തത് സിഖുകാരായിരുന്നു. ഇവയെല്ലാം വലിയ തോതിൽ കാനഡയ്ക്ക് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. തൊഴിലില്ലായ്മ ശക്തമായി വർദ്ധിച്ചു. വീടുകൾ ലഭിക്കാതെയായി. വാടക റേറ്റുകൾ സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായി. ഇവ സാമ്പത്തിക പ്രതിസന്ധിക്കാണ് കാരണമായത്. കാനഡയെ ഈ ദുരവസ്ഥയിൽ എത്തിച്ചത് ട്രൂഡോ ആണെന്ന് തന്നെ പറയാം. ഇപ്പോൾ ട്രംപിന് മുന്നിൽ ഭയന്ന് നിൽക്കുകയാണ് ട്രൂഡോ. കാനഡയിൽ ഉണ്ടായ ഈ ആഭ്യന്തര പ്രശ്നം യഥാർത്ഥത്തിൽ ട്രൂഡോയ്ക്ക് ജനങ്ങളോടുള്ള താല്പര്യം കുറയാൻ വലിയ തോതിലാണ് കാരണമായത്. ഈ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഒരിക്കലും ട്രൂഡോ വിജയിക്കില്ല. പ്രതിപക്ഷം വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്യും. മാത്രമല്ല, സർക്കാരിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട പല മന്ത്രിമാരും രാജിവെക്കുവാനും തുടങ്ങി. ഈ സാഹചര്യത്തിലാണ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും ധനകാര്യ മന്ത്രിയുമായ ക്രിസ്റ്റ്യ ഫ്രീലാൻഡ് രാജിവെച്ചത്. ട്രൂഡോയുടെ പിൻഗാമി എന്ന് വിശേഷിപ്പിക്കാവുന്ന നേതാവാണിവർ. ട്രൂഡോയുടെ സാമ്പത്തിക നയങ്ങൾ തെറ്റാണെന്നും താരിഫിനെ കൈകാര്യം ചെയ്യാൻ ട്രൂഡോയ്ക്ക് അറിയില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി. ഇത് യഥാർത്ഥത്തിൽ ട്രൂഡോയ്ക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ട്രൂഡോയുടെ രാഷ്ട്രീയ ഭാവി അവസാനിക്കുകയും ലിബറൽ പാർട്ടി അധികാരത്തിൽ നിന്ന് പുറത്താകുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്.